ഇല്ല ഗൈസ്, അത്താഴത്തിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അങ്ങനെ രാത്രി നല്ല മസാലയും ഒക്കെ തേച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് വെച്ചതാട്ടോ. കുറച്ച് വെള്ളമായിട്ട് ഓയില് നല്ല കൂട്ടി കയറിയിരുന്നു. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് ഇന്ന് നമ്മളെ റമദാൻ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല ഗൈസ്, അത്താഴത്തിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അത്താഴത്തിനുള്ള പരിപാടികൾ മാത്രം കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഞാൻ ഉറങ്ങി എണിച്ചിട്ടേ ഉള്ളൂ. ഇനി പല്ല് തേക്കണം, അതേപോലെ മുഖമൊക്കെ കഴുകി തഹജ്ജുദൊക്കെ നിസ്കരിച്ച് പിന്നെ നമുക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. അപ്പം അതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കള്ളം മടിയായത് കാരണം ഞാൻ മൈക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേസ്. അങ്ങനെ ആകുമ്പോൾ പിന്നെ വോയിസ് കൊടുക്കണ്ടല്ലോ, അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പല്ല് തേക്കാം. നല്ല മടിയുണ്ട് ഞാൻ സ്റ്റാൻഡ് വെച്ചില്ല, കൈമേൽ ഇങ്ങനെ പിടിച്ചിട്ട് വേണം വീഡിയോ എടുക്കാൻ. നമുക്ക് ഒഴിവാക്കാം. അപ്പൊ സമയം വന്നിട്ട് ഇപ്പോൾ 4:45 കേട്ടോ. ഇനി നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ ആയിട്ടെ എന്നാലേ ക്ലിയർ ഉണ്ടാവുള്ളൂ ഗൈസ്. വീഡിയോ എടുക്കാൻ വേണ്ടി പ്രത്യേകം നമ്മളിവിടെ ഒരു ട്യൂബ് വെച്ചിട്ടുണ്ട്. കാരണം എല്ലാവരും പരാതി എന്താ പറയുക, കഴിഞ്ഞ നോമ്പിന് എല്ലാവരെയും പരാതി തീരെ കളറില്ല, തീരെ എന്താ പറയുക വെളിച്ചമില്ല എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ വെളിച്ചത്തിന് വേണ്ടി ഒരു പ്രത്യേകം ഒരു ട്യൂബൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് നല്ല കെയർ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ പണി എന്താണെന്ന് വെച്ചാൽ അത്താഴത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചോറാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ചോറാണ് കഴിക്കുക അത്താഴത്തിന്. അപ്പോൾ നമുക്ക് ചോറിന് വേണ്ടിയിട്ട് നമ്മളെ ചെമ്മീനുണ്ടല്ലോ, അതൊന്ന് പൊരിക്കാനുണ്ട്, പപ്പടം പൊരിക്കാനുണ്ട്. കറി നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചത്. അപ്പം നമ്മൾ അത്താഴത്തിനുള്ള കറി എന്താണെന്ന് വെച്ചാൽ ഗൈസ് ചെമ്മീൻ കറിയാണ് അത്താഴത്തിനും. അതേപോലെ നമുക്ക് നോമ്പൊക്കെ തന്നിട്ട് പത്തിരിക്കും കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കറിയാണ്. അപ്പോൾ അത്താഴത്തിനുള്ള കറിയാണ് കേസ് നിങ്ങൾ കാണുന്നത്. അപ്പം നമുക്കിത് ചൂടാക്കാം കേട്ടോ. ഗ്യാസ് കത്തിച്ചു. ഓക്കെ, അതവിടെ തിളക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് അടിപൊളി നമുക്കൊരു അബദ്ധം പറ്റിയിട്ട് കേട്ടോ. ഫ്രിഡ്ജ് ഓഫായിരുന്നു. ശുഭം, മിക്കവാറും ചെമ്മീൻ്റെ കാര്യം ഒരു തീരുമാനമായി. അപ്പോൾ ഗൈസ് നമ്മളെ ചെമ്മീൻ ഇതിലാണ്. തുറക്കാം. ഞാൻ ഇന്നലെ രാത്രി നല്ല മസാലയും ഒക്കെ തേച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് വെച്ചതാട്ടോ. ഇനി ഫ്രൈ പാൻ വെക്കുക, പൊരിക്കുക എണ്ണ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ നമുക്ക് പപ്പടം കൂടി പൊരിക്കാനുണ്ട്. പിന്നെ ചോറ് വിളമ്പിയിട്ട് നമുക്ക് കഴിക്കാൻ ബേസ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഫ്രൈ പാൻ ഇവിടെയാണുള്ളത് കേസ്. ഇത് നിങ്ങൾ നോക്കണ്ട, ഇത് നമ്മൾ കത്തിക്കാത്ത അടുപ്പാണ് കേസ്. പിന്നെ ഇവിടെ ഇപ്പോൾ കടപ്പറയായതുകൊണ്ട് നല്ല തുരുമ്പൊക്കെ പിടിച്ച് സെറ്റായിട്ട് വെക്കുകയാണ് കേട്ടോ. ഈ നോമ്പിന് നമ്മൾ ആ പുകയില്ലാത്ത അടുപ്പ് കത്തിച്ചിട്ടില്ല. പുകയില്ലാത്ത അടുപ്പ് എന്ന് പേരേ ഉള്ളൂ, നല്ല പുകയാണ്. അതുകൊണ്ട് നമ്മൾ പുക കത്തിച്ചില്ല എന്നല്ല, അടുപ്പ് കത്തിച്ചില്ല. കാരണം നമ്മൾ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ ഇവിടെ തന്നെ വെച്ചുകൊണ്ട് അതൊക്കെ കരി പിടിക്കുമെന്ന് ഉമ്മ പറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ പുറത്തുനിന്നാണ് ഇപ്പോൾ ചോറൊക്കെ വെക്കാറ് കേട്ടോ. പുറത്ത് അതിന് വേണ്ടിയിട്ട് അടുപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാധാ അടുപ്പ്, 3 കല്ല് വെച്ചിട്ടുള്ളൊരടുപ്പ്, അത്രേ ഉള്ളൂ കേട്ടോ. വലിയ സെറ്റപ്പ് ഒന്നുമില്ല. അപ്പം നമ്മൾ ഫ്രൈ പാൻ നമുക്ക് വെക്കാം കേട്ടോ. ഫ്രൈ പാൻ വെച്ചു, അടുപ്പ് കത്തിക്കാം. അപ്പോൾ കത്തി. ഓക്കെ, ഇതിലേക്ക് എണ്ണ വാർന്നിട്ട് നമുക്ക് പൊരിക്കാൻ വെക്കാം. നമുക്ക് കറി നോക്കാം. തിളച്ച് വരുന്നുണ്ട്. ചൂടാവട്ടെ. ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് ഓയിൽ വെച്ചിട്ട് നമുക്ക് പൊരിക്കാനിടാം. അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ചായക്ക് കൂടെ വെള്ളം വെക്കാം. ഈ വീഡിയോ എത്രത്തോളം നന്നാവുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചതാണ്. കുറേ ആയി ഞാൻ ഇതേപോലെ ഇങ്ങനെ വോയിസ് കൊടുത്തിട്ട്. എനിക്ക് ഭയങ്കര കള്ളം മടിയായിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ചായ ഉണ്ടാക്കാം. കാരണം
ഇന്നലെ ചായ ഉണ്ടാക്കിയപ്പോൾ ചായ ഫുള്ള് ബാക്കിയായിരുന്നു പ്ലീസ്. അപ്പം നമുക്കൊരു 4 ഗ്ലാസ്സിന് കണക്കാക്കിയിട്ട് തന്നെ ചായ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചായക്ക് വെള്ളം എടുത്തിട്ട് വെക്കട്ടെ. ഇങ്ങനെ പിടിച്ച് നടക്കാന്നുള്ളത് ഭയങ്കര ഒരു പാട് പണി കേട്ടോ ഫോൺ. അപ്പം നമ്മളെ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട് പ്ലീസ്. നമ്മളെ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഓയിൽ വെച്ചെടുക്കട്ടെ നല്ലോണം. നമ്മളെ കറി സുഖം വേണ്ട ഓവറാക്കണ്ട. നമ്മൾ കൈക്കൽ കൂട്ടി വെച്ചിട്ട് തന്നെ തുറക്കാം. തുറക്കാനില്ലല്ലോ. ആ നല്ല കളി. ഓക്കെ, അപ്പം തിളച്ചിട്ടുണ്ട്. കൂട്ടി വെക്കാം, ഓഫ് ചെയ്യാം. അവിടെ നിൽക്കട്ടെ, തീർക്കട്ടെ കേട്ടോ. പിന്നെ നിങ്ങൾ കേട്ടോ, മൊത്തത്തിലിടാം. ഓരോന്നിടുമ്പോൾ സ്റ്റാർട്ട്. ഇതൊരു കേസ് ഞാൻ കാണിച്ചു തരാം. നമ്മളെ ചെല്ലുന്നത് അവിടെ പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ എനിക്കൊരു അബദ്ധം പറ്റി. വേറെ നല്ല കേസ് നോമ്പല്ലേ. അപ്പോൾ കറി ഉണ്ടാക്കിയപ്പോൾ നല്ല 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 പറഞ്ഞാൽ നല്ല എരിവായി. അത് ചിലപ്പോൾ നിങ്ങൾക്ക് വട്ട കയറ്റുന്നതിൽ കണ്ടിട്ടുണ്ടാവും. പത്തിരിക്ക് കറി കൂട്ടുന്ന സമയത്ത് ഭയങ്കര എരിവായിപ്പോയി. ഉമ്മ നിസ്കരിക്കുകയാണ് കേട്ടോ. പട്ട ഞാൻ നോക്കിയിട്ടുണ്ട്. ഒരെണിക്കുമ്പോഴത്തേക്ക് ഞാൻ ചെമ്മീൻ ഉണ്ടാക്കാൻ വെച്ചിട്ട് എന്തിനാണോ ഞാനൊരു 500 കായ്സ് വിളിക്കുന്നുണ്ട്. അപ്പം നമ്മളെ ചെമ്മീൻ അവിടെ പൊരിയട്ടെ, സിമ്മിലാക്കിടാം. ചായപ്പൊടി ഇടാം ചായയിൽ. ചെറിയ കടുപ്പം മതി. എല്ലാവരും കട്ടനാട്ടോ കുടിക്കുന്നത്. പാൽച്ചായ ഒന്നും കുടിക്കുന്നില്ല, പഞ്ചസാര. പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ആ ഇതെടുത്തേക്കാനായില്ല, നമുക്ക് പപ്പടം ഉണ്ടാക്കണം. ഓയിൽ ഒഴിക്കുക. പപ്പടം എടുക്കാം, ചേർത്തു. തുമ്മൽ വന്ന് എങ്ങോട്ടോ കയറിപ്പോയി. ആ കുറച്ച് വെള്ളമായിട്ട് ഓയില് നല്ല കൂട്ടി കയറി മതി കേട്ടോ. ഇനി പൊട്ടിത്തെറിക്കണ്ടേ. പപ്പട റെഡി. പപ്പടം ഉപ്പ. ചായ അവിടെ തിളച്ച് റെഡി ആയി സെറ്റ് ആയിരുന്നു ഗൈസ്. നമുക്ക് ഓഫ് ചെയ്യാട്ടോ. ഫുള്ള് പുകയുള്ള ഗൈസ്. ചെമ്മീനോടെ ഞെരിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. പപ്പടം ബാക്കി പൊരിക്കട്ടോ. 5 പപ്പടം കണക്കാണ്. 5 പപ്പടം മതി നമുക്ക്. അപ്പം നമ്മൾ ചെമ്മീൻ ഞെരിഞ്ഞിട്ടുണ്ടാവും. നമുക്കൊന്ന് പാത്രത്തിൽ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഓരോന്നോരോന്ന് തിരിച്ചിട്ട് കൊടുക്കാനുള്ള നേരെ വരും. അതുകൊണ്ട് നമുക്കിങ്ങനെ പറ ആക്കാം.
ചോറ് പ്ലേറ്റ് സൂപ്പർ ചോറ് വിളമ്പാണ്. ഇപ്പൊ ചോറ് വിളമ്പത്തേക്ക് ഞാൻ ഇവിടെ ചെമ്മീൻ പൊരിക്കാണ്. അത് കഴിഞ്ഞ് നമുക്ക് തിന്നാൻ. എല്ലാരെയും ഞാൻ കുറച്ച് ഓടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കരിഞ്ഞ് കഴിയുമ്പോൾ ചെമ്പി പൊരിച്ച കറി നമ്മൾ പാത്രത്തിലേക്ക് ആക്കാണ്. നമ്മൾ ഇത്തിരി നേരം വയ്യോന്നൊരു സംശയം. വേഗം എടുത്ത് തിന്ന, ഇല്ലെങ്കിൽ നേരം വൈകും. എല്ലാവർക്കുള്ള ചായ വയ്ക്കാം. എടുത്തെടുത്തോ. തിരക്കിട്ട ഒരു അത്തായാണ് കേസ്. ഇതാണ് പറയുന്നത് കുറച്ച് നേരത്തെ വെച്ചാൽ വേഗം പരിപാടി ചെയ്യാം. എടുത്തോളൂ ചായ എടുത്തോളൂ. ഇതിനെ പറ്റി പറയാനുള്ളത് മതിലുമ്മ, ഇത് പോരെ? സിമ്മിലാണ് ആക്കിയത്. ഇത് മതിയോ? എന്നാ ഇത് മതി. നമ്മൾ ചെമ്മീൻ കോരാൻ പോകുന്നു. നമ്മളെ ചോറ് ഇവിടെ റെഡിയായി. ചോറ്, ചെമ്മീൻ കറി, പപ്പടം, ചെമ്മീൻ പൊരിച്ചത് പപ്പടം, ചപ്പോ പിന്നെ നമ്മളെ സ്വന്തം ചെമ്മീൻ. മുഖസിൻ കറി തരും. ചെമ്മീൻ കറി കുഴച്ച് തിന്നാം. ചെമ്മീൻ ഫുള്ളായിട്ട് കരസ്ഥമാക്കി കാറ്റ് മുന്നേറുന്നു. അല്ലെങ്കിൽ ഇങ്ങനത്തെ റീൽസ് പോലെ തന്നെ അടിച്ചാൽ ജീവിതം. നോക്കൂ, നോക്കൂ. ഇപ്പോഴാണ് അവസ്ഥ. കുറച്ച് കഴിയുമ്പോൾ സാധനം മാറും. കറിക്ക് ഒടുക്ക തീരുമായിരുന്നു കേട്ടോ. പുതിയ മുളക് പൊടി ആയതുകൊണ്ട് ഒരു പാകം എരിവ് മനസ്സിലായില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് എരിവ് കൂടിപ്പോയി. കുറച്ച് അധികം എരിവ് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ചൂട് ചായയും കൂടി കുടിച്ചപ്പോൾ ഒന്നും പറയണ്ട. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും നോക്കി ചിരിക്കണത് കേട്ടോ. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ എങ്ങനെയൊക്കെയോ കഴിച്ചു. നല്ല എരിവുള്ള ചെമ്മീൻ പൊരിച്ചതും ചെമ്മീൻ കറിയായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഉപ്പ ഇക്കാനെ കാത്ത് നിൽക്കുകയാണ് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചാച്ചുവും അതേപോലെ ഉപ്പയുടെ പള്ളിയിലേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിറങ്ങിയപ്പോൾ ഞാനതൊക്കെ വേഗം കൊണ്ടുപോയി കഴുകി വെച്ചു. കാരണം എന്താ വെച്ചാൽ നമ്മളിനിയിപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ കുറച്ച് ഫ്രഷായിട്ട് നമ്മൾ അടുക്കള നിന്നോട്ടെ വിചാരിച്ചു. എന്താ പറയുക, കഴിച്ച പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെയും കിടക്കണ്ടല്ലോ. അത് നമ്മൾ നോമ്പ് തുറന്ന് കഴിയുമ്പോഴും പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടാണ് കിടക്കുന്നത്. അതേപോലെ തന്നെ അത്താഴം കഴിഞ്ഞപ്പോഴും നമ്മൾ കഴിച്ച പാത്രങ്ങളും അതേപോലെ ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ അതൊക്കെ കഴുകി വെച്ചു. അവിടെ എല്ലായിടത്തും ക്ലീനാക്കി കഴിഞ്ഞ് ഞാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേഗം പോയി അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ രണ്ടാമത്തെ അത്താഴത്തിൻ്റെ വീഡിയോ. അപ്പോൾ ഇനി ഞാൻ പോയി കുറച്ച് കിടന്നുറങ്ങട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ടാറ്റാ ബൈ ബൈ. സീ യു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ.